നമസ്കാരം. ഇന്ന് കേരളത്തിലെ സകല തൊഴിൽ മേഖലകളും അന്യസംസ്ഥാന തൊഴിലാളികൾ കൈയടക്കിയിരിക്കുകയാണ്. ആസാം, മണിപ്പൂർ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ് കൂടുതലും അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് എത്തുന്നത്. എന്നാൽ ഇങ്ങനെ വരുന്നവരിൽ കൂടുതലും ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്നുകയറി വരുന്നവരാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. NIA ഉൾപ്പെടെയുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ വന്ന് ഇത്തരക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ മാത്രമാണ് ഇവരൊക്കെ എത്രത്തോളം ഭീകരരായിരുന്നു എന്നുള്ള ഒരു വസ്തുത നമ്മളൊക്കെ അറിയുന്നത്. ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആയിരുന്ന സമയത്ത് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ പോലും കണ്ണ് വെട്ടിച്ച്, അതായത് പൊതുജനങ്ങൾക്ക് പൊതുനിരത്തിൽ ഇറങ്ങാനുള്ള നിയന്ത്രണമുണ്ടായിരുന്ന സമയത്ത് ഇത്തരക്കാർ ഏകദേശം 3000-ഓളം അന്യസംസ്ഥാന തൊഴിലാളികൾ കോട്ടയത്ത് തമ്പടിച്ചത് പോലീസിനെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും രഹസ്യാന്വേഷണ ഏജൻസികളെയും ഒക്കെ ഞെട്ടിച്ചൊരു കാര്യമാണ്. പക്ഷേ കേരളത്തിലായതുകൊണ്ട് അത് വലിയൊരു വാർത്തയായില്ല. എന്തായാലും ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഏകദേശം 5.5 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ പണിയെടുക്കുന്നുണ്ട് എന്നാണ് അനൗദ്യോഗികമായ കണക്ക്. ഇവരുടെ ഒരു രീതിയൊക്കെ നമുക്കറിയാം. വളരെയധികം അക്രമ സ്വഭാവമാണ് ഇവരിൽ പലരും പ്രകടിപ്പിക്കുന്നത്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലും മറ്റും ഈ പെൺവാണിഭ സംഘങ്ങളൊക്കെ തഴച്ചു വളരുന്നത് ഇവരുടെ മേൽനോട്ടത്തിലാണെന്നൊക്കെ ഉള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ മറ്റ് അന്യസംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഈ സ്ത്രീകളെ കൊണ്ടുവന്ന് അവരെ പെൺവാണിഭത്തിന് ഉപയോഗിക്കുന്ന ഒരു രീതിയൊക്കെ മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ്. പക്ഷേ നമ്മുടെ സർക്കാരും പോലീസും ഒന്നും ഇക്കാര്യം കണ്ടമട്ടില്ല. ആദ്യമൊക്കെ ഇവർ സാധാരണ ആൾക്കാരെയാണ് ഉപദ്രവിച്ചിരുന്നത്. എത്രയോ കൊലപാതകങ്ങളും മോഷണങ്ങളുമൊക്കെ കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ നടത്തിയിട്ടുണ്ട്. അവരുടെ കൂടെയുള്ള ആൾക്കാരെ തന്നെ ഇവർ പലപ്പോഴും കൊലപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം സംഭവങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് പോലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പോലീസിനെ പോലും കൈവയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ഒരു വീഡിയോ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഒരു അന്യസംസ്ഥാന തൊഴിലാളി പോലീസുകാരെ ഉപദ്രവിക്കുന്നതും പോലീസുകാർ പേടിച്ച് ചിതറിയോടുന്നതുമൊക്കെ ആയ ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇന്ന് വീണ്ടും ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഒരു അന്യസംസ്ഥാന തൊഴിലാളി ASIയുടെ തല എറിഞ്ഞു പൊട്ടിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മദ്യപിച്ച് അക്രമാസക്തനായ അതിഥി തൊഴിലാളിയാണ് ASIയുടെ തല പൊട്ടിച്ചത്. തൃക്കാക്കര ASI ഷിബി കുര്യനാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റത്. ASIയുടെ തലയിൽ 7 തുന്നലുകളുണ്ട്. ആസാം സ്വദേശിയായ ധനഞ്ജയ് എന്ന ആളാണ് അക്രമി എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ ഇന്നലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇൻഫോ പാർക്കിനടുത്തുള്ള കെട്ടിടത്തിൽ കടന്നു കയറാനായി ഒരാൾ ശ്രമിക്കുന്നുണ്ടെന്നുള്ളൊരു പരാതി ഇന്നലെ രാത്രി പോലീസിന് കിട്ടിയിരുന്നു. മദ്യപിച്ച് ബോധം കെട്ട അവസ്ഥയിലായിരുന്ന ഇയാളെ ഈ സ്ഥലത്തെത്തിയ പോലീസ് അനുനയിപ്പിച്ച് പറഞ്ഞു വിടുകയും ചെയ്തു. കാരണം ഇയാൾ മദ്യപിച്ച് വളരെയധികം അബോധാവസ്ഥയിലായിരുന്നു. എന്നാൽ രാത്രി 11 മണിയോടെ തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈച്ചമുക്ക് ഭാഗത്തിനടുത്ത് DLF ഫ്ളാറ്റിന് മുൻവശത്തായി ഒരാൾ വാഹനങ്ങൾ തടയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായി ഒരു പരാതി വീണ്ടും എത്തി. ഇതോടെയാണ് ഷിബി കുര്യനും മറ്റ് പോലീസുകാരും അവിടെ എത്തി ഇയാളെ പിടികൂടാൻ ശ്രമിച്ചത്. അക്രമാസക്തനായ ഇയാൾ പോലീസിൻ്റെ യൂണിഫോം ഉൾപ്പെടെ വലിച്ചു കീറി ഇയാളെ കീഴടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസിന് നേരെ ഇയാൾ കല്ലെറിഞ്ഞതും ASIയുടെ തലയ്ക്ക് പരിക്കേൽക്കുന്നതും. ഈ ധനഞ്ജയനെ പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലെത്തിച്ചു. കാക്കനാട് പ്രത്യേക സാമ്പത്തിക മേഖലയിലെ ഒരു കമ്പനിയിലാണ് ഇയാൾ പ്രവർത്തിക്കുന്നത്, ഇയാൾ ജോലി ചെയ്യുന്നത് എന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾ ഈ അക്രമാസക്തനായി, മദ്യപിച്ച് അക്രമാസക്തനായി മുമ്പും ഇത്തരത്തിലുള്ള അക്രമങ്ങൾ കാണിച്ചിരുന്നതായി പോലീസ് ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ ആരാണ് ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. കാരണം ആദ്യമൊക്കെ ഇവർ നിർമ്മാണ മേഖലയിലും മറ്റും തൊഴിലെടുക്കാനാണ് കേരളത്തിലേക്ക് എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ പല വ്യാപാര സ്ഥാപനങ്ങളും അവരുടെ ഉടമസ്ഥതയിലാണ്. കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുൻപ് വന്ന ഒരു മാധ്യമത്തിൽ വന്ന ഒരു വാർത്ത അനുസരിച്ച് കേരളത്തിൽ നിരവധി പെൺകുട്ടികളെ 75-76 പെൺകുട്ടികളെ അവർ ഔദ്യോഗികമായി വിവാഹം കഴിച്ചു എന്നുള്ളതാണ്. വിവാഹം കഴിച്ച് അവർ കുടുംബമായി ജീവിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അതൊരു മോശപ്പെട്ട കാര്യമല്ല. കാരണം അവർ ഇന്ത്യക്കാരാണെങ്കിൽ അവർ നല്ല ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ തീർച്ചയായും അവർ ജീവിച്ചോട്ടെ, അതിനൊന്നും ഒരു തടസ്സവുമില്ല. പക്ഷേ എത്രത്തോളം നമ്മുടെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ ആധിപത്യം ഉറപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത്. നമ്മുടെ ഇടതുപക്ഷക്കാരൊക്കെ ഇവർക്ക് വോട്ടർ കാർഡ് കൊടുക്കണമെന്നും ആധാർ കാർഡ് കൊടുക്കണമെന്നും ഇവർക്കൂടെ റേഷൻ കൊടുക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ വലിയ രീതിയിലുള്ള വാദങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഇത്തരം അക്രമാസക്തമായ ചില കാര്യങ്ങൾ, കാരണം പോലീസിനെ പോലും ഇവർക്ക് ഭയമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ സാധാരണക്കാരൻ എപ്പോഴും ആശ്രയിക്കാവുന്നത് പോലീസുകാരെയാണ്. ആ പോലീസുകാർ പോലും ഇവരെ ഭയന്ന് ഓടേണ്ടി വരുമ്പോൾ ഇവർ കാരണം എന്തുമാത്രം ഒരു ഭീഷണിയിലാണ് നമ്മുടെ ഈ സംസ്ഥാനം
പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഇവർ നടത്തിയിട്ടുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ, എത്രയോ പേർ ഇവിടെ കൊലപാതകങ്ങൾ നടത്തി മോഷണ മുതലുമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരിൽ പലരെയും ഇപ്പോൾ ഇനിയും പിടികിട്ടാനുണ്ട്. പലരെയും പോലീസ് അവരുടെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് അവരുടെ നാടുകളിൽ ചെന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു പെരുമ്പാവൂരിൽ നിയമ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന അമീർ ഉസ്ലാമും ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതകങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ 5.5 ലക്ഷത്തോളം തൊഴിലാളികൾ കേരളത്തിൽ പണിയെടുക്കുമ്പോൾ അവരുടെ ഒരു ശരാശരി ഇവരുടെ ഒരു ദിവസ ശമ്പളം നമ്മൾ കണക്കാക്കിയാൽ പോലും ഒരു മാസം എത്ര കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനത്തേക്ക് പോകുന്നത്. കാരണം കേരളത്തിലെ ജനങ്ങൾ മടിയന്മാരാണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ആധിപത്യം ഉറപ്പിക്കുന്നത്. അവരെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷേ അവരിൽ വലിയൊരു വിഭാഗം അക്രമാസക്തരും ഇതുപോലെ ലഹരി മരുന്നിനും അതുപോലെയുള്ള മദ്യത്തിനുമൊക്കെ അടിമകളാണെന്നുള്ളതും ഇത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർ അവരുടെ യഥാർത്ഥ സ്വഭാവം, ഇവരുടെ തനി സ്വരൂപം പുറത്തെടുക്കും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതാണിന്ന് ഇവിടെ നമ്മൾ തൃക്കാക്കരയിലും കണ്ടത്. എന്തായാലും ഇതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെങ്കിൽ അത് കൂടുതൽ അപകടത്തിലേക്ക് ഈ സംസ്ഥാനത്തെ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.